ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ഒരുക്കിയതിനെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ടിരിക്കാം. ഇന്ന് വചനത്തിൻ്റെ മുൻപിൽ നമ്മളിരിക്കുമ്പോൾ നമ്മൾ തിരുവചനത്തെ എത്ര വിലയേറിയതായി കരുതുന്നു. ദൈവത്തെ പോലെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വചനങ്ങളും വിലയേറിയതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നാം ഉദാസീനതയോടെ ആയിരിക്കാൻ ഇടയാകരുത് എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. നമ്മുടെ ദൈവം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം ആരാണ്? ആ ദൈവം നമ്മുടെ കൂടെ വന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് വായിക്കാം. യെശയ്യാപ്രവചനം 57-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം നമുക്ക് വായിക്കാം. 15-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: അവൻ അരുളി ചെയ്യുന്നു, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും കൂടെയും വസിക്കുന്നു. നോക്കിക്കേ, ആരുടെ കൂടാണ് നമ്മുടെ ദൈവം വസിക്കുന്നത്? നമ്മുടെ കൂടെ ദൈവം വസിക്കുമോ? നമ്മളെ തന്നെ, നാം വചനം കേൾക്കുന്നത് എന്തിനാണ്? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടിയാണ്. വചനം കേട്ട് നമ്മളെ ഒരുക്കാൻ വേണ്ടിയാണ് നാം ദൈവവചനം കേൾക്കുന്നത്. അല്ലാതെ ദൈവവചനം കേട്ടതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ദൈവവചനം കേട്ടിട്ട് നമ്മളെ തന്നെ നാം ഒരുക്കുന്നെങ്കിൽ അത് നമുക്ക് വലിയ പ്രയോജനം ചെയ്യും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നമ്മുടെ ദൈവം ആരാണ്? ഉയർന്നിരിക്കുന്നവനാണ്, ഉന്നതനാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധനാണ്. നോക്കിക്കേ, നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവമില്ല. ഉന്നതനായ ദൈവം, ഉയർന്നിരിക്കുന്നവനായ ദൈവം, ശാശ്വതവാസിയായ പരിശുദ്ധൻ ആയ ദൈവം. അപ്പോൾ ഇത്രയും പരിശുദ്ധിയുടെ മുമ്പേ, ഇത്രയും ഉന്നതിയുടെ മുമ്പിൽ നമുക്കിരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത്. അപ്പം ഈ ദൈവം നമ്മുടെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പരിശുദ്ധനായ ദൈവം നമ്മുടെ കൂടെ വന്ന് വസിക്കണമെങ്കിൽ നാം എപ്രകാരമായിരിക്കണം? നാം പരിശുദ്ധരായിരിക്കണം, വിശുദ്ധരായിരിക്കണം. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. തന്നെത്താൻ വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് നമ്മളെ വചനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും ആ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ടും നമ്മെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് ദൈവസന്നിധി നമ്മൾ എപ്രകാരമായിരിക്കണം? നോക്കിക്കേ, അവിടെ പറയാണ്, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെയും വസിക്കുന്നു. ഇപ്പം മനസ്താപമുള്ളവരായിരിക്കണം, മനോവിനയമുള്ളവരായിരിക്കണം. നമ്മൾ ഒരു കീറിയ സാരി ഉടുത്തതുകൊണ്ട് നാം വിനയമുള്ളവരാണെന്ന് പറയാനൊക്കില്ല. നമ്മൾ മനസ്സിൽ വിനയമുള്ളവരായിരിക്കണം. നമ്മുടെ മനസ്സിൽ വിനയം കടന്നു വന്നാൽ നമ്മുടെ ബാഹ്യമായ എല്ലാ പ്രവൃത്തിയിലും അത് വെളിപ്പെട്ടു വരും. അതുകൊണ്ട് മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദുഃഖിച്ചിരിക്കുന്ന, മനസ്താപത്തോടിരിക്കുന്ന, താഴ്മയുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ, സന്തോഷം വരുത്തുവാൻ, ഒരു കുളിർമ വരുത്തുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. അത് പിന്നെയും താഴോട്ട് പറയാണ്, ഞാൻ എന്നേക്കും വാദിക്കുകയില്ല, എപ്പോഴും കോപിക്കുകയുമില്ല. അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ച ദേഹികളും എൻ്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ.
നോക്കിക്കേ, ദൈവം നാം ചെയ്യുന്ന എല്ലാ തെറ്റിനും കോപിച്ചാൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം എപ്പോഴും കോപിക്കുന്നില്ല, എല്ലായ്പ്പോഴും കോപിക്കുന്നില്ല. ഞാൻ എന്നേക്കും വാദിക്കുകയും കോപിക്കുകയും ദൈവം നമ്മോട് ചെയ്താൽ നമ്മുടെ ആത്മാവും ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും ദൈവത്തിൻ്റെ മുമ്പിൽ ക്ഷയിച്ചു പോകുമല്ലോ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ദൈവം കോപിക്കാത്തത് കൊണ്ട് ഇന്ന് ഭൂമിയിൽ അനേകം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ദൈവം ഓരോ മനുഷ്യനും ഓരോ കുറ്റത്തിനും അടി കൊടുത്തിരുന്നെങ്കിൽ ഈ മനുഷ്യർ ഇല്ലാതെയായേനെ. അതുകൊണ്ട് ദൈവം പറയുക, ദൈവം ഒന്ന് തൊട്ടാൽ, ദൈവം ഒന്ന് ശിക്ഷിച്ചാൽ ചിലപ്പം അവരുടെ ആത്മാവ് പോലും ക്ഷയിച്ചു പോകും എന്ന് ദൈവവചനം പറയുകയാണ്. അതുകൊണ്ട് ദൈവമില്ല എന്നും ദൈവം കാണുന്നില്ല എന്നും വിചാരിച്ച് നാം പാപം ചെയ്യുന്നത് നിർത്തുകയാണ് നല്ലത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കും. അതിൻ്റെ 14-ാമത്തെ വചനം കൂടി നമുക്ക് വായിച്ചാൽ അവിടെ പറയുകയാണ്, എൻ്റെ വിശുദ്ധ പർവ്വതത്തെ കൈവശമാക്കും, നികത്തുവീൻ വഴി ഒരുക്കുവീൻ, എൻ്റെ ജനത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കിക്കളവീൻ എന്ന് അവൻ അരുളി ചെയ്യുന്നു. അപ്പം ദൈവം എന്തിനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? ദൈവം നമ്മോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇടർച്ച നീക്കിക്കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇടർച്ചകളെ നീക്കിക്കളഞ്ഞ് തൻ്റെ ജനത്തെ ചൈതന്യമുള്ളവരാക്കി മാറ്റുവാൻ, അവരുടെ ഹൃദയത്തിന് എപ്പോഴും സന്തോഷമുള്ളവരാക്കി മാറ്റുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ദൈവം എത്ര നല്ല ദൈവം! നമ്മുടെ എന്തെല്ലാം പ്രവൃത്തി താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അതിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അപ്പോൾ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്ന് ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം എന്ന് ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. അവിടെ ദൈവം പറയുകയാണ്, 18-ാമത്തെ വചനത്തിൽ പറയുകയാണ്, തങ്ങൾക്ക് തോന്നിയ വഴിയിൽ അവർ നടന്നു. 17-ാമത്തെ വചനം കൂടി നമുക്ക് വായിക്കാം. അവരുടെ അത്യാഗ്രഹത്തിൻ്റെ അകൃത്യ നിമിത്തം ഞാൻ കോപിച്ച് അവരെ അടിച്ചു. നോക്കിക്കേ, അവരുടെ അത്യാഗ്രഹത്തിൻ്റെ അകൃത്യ നിമിത്തം ഞാൻ കോപിച്ചവരെ അടിച്ചു, ഞാൻ കോപിച്ചു മുഖം മറച്ചു. അപ്പോൾ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു. ദൈവം കോപിച്ച് ദൈവം നമ്മെ അടിക്കുമ്പോൾ കുറേയൊക്കെയും മനുഷ്യർ എന്തു ചെയ്യുന്നു? ഈ ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുവാൻ നോക്കും. അതുകൊണ്ട് ദൈവം ശിക്ഷിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ശിക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഇത്ര സ്നേഹനിധിയായ ദൈവം പറയുകയാണ്, ഞാൻ അവരെ ഇനിയും എപ്പോഴും കോപിക്കാനൊക്കത്തില്ല, അവരെൻ്റെ ജനമാണ്, അവരെന്നിൽ നിന്ന് മാറിപ്പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരെ എന്തു ചെയ്യും? അവിടെ പറയാണ്, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, അവരുടെ അകൃത്യങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നു, അവരുടെ പാപങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും. പിന്നെ പറയുകയാണ്, ഞാൻ അവരെ നടത്തി അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. എത്ര നല്ലവനായ ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം. നമുക്കറിയാം, പുത്രനായ യേശു ക്രിസ്തുവിനെ തന്ന് നമ്മളെ സ്നേഹിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. കാൽവറി ക്രൂശിൽ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നാം ആകുന്ന അകൃത്യം ചെയ്യുന്നവരും പാപം ചെയ്യുന്നവരുമായ നമ്മെ ഓരോരുത്തരെയും ദൈവം തൻ്റേതാക്കി മാറ്റുവാൻ വേണ്ടി തൻ്റേതായിരുന്ന പുത്രനെ ക്രൂശിലേൽപ്പിച്ചു കൊടുത്തുകൊണ്ട്
മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, മരണമില്ലാത്തവനായി സ്വർഗത്തിൽ വസിച്ച പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ശാപത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, പാപി എന്ന് മുദ്രണം വെച്ചുകൊണ്ട് ആ കർത്താവിനെ ക്രൂശിക്കുവാൻ പിതാവ് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ: നമ്മളെ ദൈവം സ്നേഹിക്കുന്നു. നമ്മെ ദൈവം സ്നേഹിക്കുന്നത് മൂലമാണ് ഇത്രയും വലിയ ത്യാഗം നമ്മുടെ ദൈവം, നമ്മുടെ പിതാവ് ചെയ്തത് എന്നുള്ളത് നാം മനസ്സിലാക്കി ആ ദൈവത്തിലേക്ക് അടുത്തു വന്ന് പരിശുദ്ധനും ഉന്നതനും ശാശ്വതവാസിയുമായ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം വന്ന് എന്നിൽ വസിക്കുവാൻ, എൻ്റെ കൂടെ വസിക്കുവാൻ, എൻ്റെ ഭവനത്തിൽ വസിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കി കൊടുക്കും എന്ന് തീരുമാനമെടുക്കുവാൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് നമ്മളെ തന്നെ ഒരുക്കുവാൻ കഴിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നോക്കിക്കേ, അവിടെ 19-ാമത്തെ വചനത്തിൻ്റെ ലാസ്റ്റിൽ പറയാണ്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിനെ അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദുഷ്ടൻ ആരാണ്? ദുഷ്ടൻ ദൈവമില്ല എന്ന് പറയുന്നവനാണ് ദുഷ്ടൻ. ദൈവത്തെ അനുസരിക്കാത്തവനാണ് ദുഷ്ടൻ. ദൈവവചനം കേട്ടനുസരിക്കാതെ തൻ്റെതായ ഇഷ്ടത്തിന് പോകുന്നവന് ദൈവം ദുഷ്ടനെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന് ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ, ആ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് ആ കർത്താവിനോടൊപ്പം വസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അത്യാഗ്രഹവും അകൃത്യങ്ങളും തോന്നിയ വഴിയിലുള്ള ജീവിതവും ഒക്കെ വിട്ടുകളഞ്ഞിട്ട് ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ടും നമ്മളെ ശിക്ഷിക്കാത്തത് നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും ഒക്കെ ക്ഷയിച്ചു പോകുമെന്ന് വിചാരിച്ചാണ് ദൈവം നമ്മളെ ശിക്ഷിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കി ദൈവസന്നിധിയിൽ കൊടുത്താൽ ദൈവം നമ്മുടെ കൂടെ വന്ന് വസിച്ച് നമുക്ക് അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം തരുവാൻ അവൻ മനസ്സലിവുള്ള ദൈവമാണ്. ആ മനസ്സലിവിനെ നമുക്ക് അനുഭവിച്ചറിയാം. അതിനായിട്ട് ദൈവം തമ്പുരാൻ ഈ വചനം മൂലം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കേൾപ്പിച്ച വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാൻ ദൈവം തമ്പുരാനെ ഞങ്ങളെ സഹായിക്കണം. വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ഉയർന്നവനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ പരിശുദ്ധനുമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് വസിക്കുവാനുള്ള യോഗ്യത അടിയങ്ങളുടെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവ് മൂലം ഞങ്ങളെ നിയന്ത്രിക്കണമേ, ഞങ്ങളെ നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമാറാകണം. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം.